മൂന്നാമത്തെ ചോദ്യം. ഈ ചോദ്യം അമ്പിളി പറയുന്നു. ഓക്കെ. സിനിമയിൽ സംയുക്ത വർമ്മയെ പേടിപ്പിക്കാനായി ദിലീപും കൂട്ടരും പ്രേതവേഷത്തിലെത്തുന്നുണ്ട്. മൊത്തം എത്ര പേരാണ് പ്രേതവേഷത്തിലുള്ളത്? എ 5, ബി 4, സി 7. 5. 5. 5. അവിടത്തേക്ക് അത്ര താല്പര്യമില്ല മുഖം കണ്ടിട്ട്. ആണോ? 5. ഞാൻ 5നെ എടുത്തിട്ട് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഉണ്ടോന്നോ? എന്റെ കൃഷ്ണ, ഈ ഇരിക്കുന്ന അമ്മ ജ്യോതിഷം ആര് എന്ത് പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കും. അതെന്താ, അമ്മയുടെ മെയിൻ ജ്യോതിഷം യൂട്യൂബാണ്. യൂട്യൂബിൽ ആൾക്കാർ എന്ത് പറയുന്നു അതങ്ങനെ വിശ്വസിക്കും. ഈവൻ തൊട്ടതിനും പിടിച്ചനോ അത് ദോഷമാണ്, ഇത് ദോഷമാണ്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഒരു എന്റെ വീടൊരു ജ്യോതിശാലയം പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. രാവിലെ തുടങ്ങും പ്രാർത്ഥന. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലേ? അമ്മ വിശ്വസിക്കുന്നത് അതൊക്കെയാണ് ശരിയെന്നാണ്. ഫോർ എക്സാമ്പിൾ രാഹുകാലം, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ടൈം നോക്കി ഇറങ്ങണം. ഞാൻ എന്തെങ്കിലും ഷൂട്ടിനോ എന്തെങ്കിലും ദൂരെ, ഞാൻ ഇപ്പൊ എവിടെ നമ്മളിപ്പോ ലാസ്റ്റ് ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇറങ്ങാൻ നേരത്ത് ട്രെയിനിന്റെ തമ്മിൽ നമുക്ക് ട്രെയിൻ ടൈം നോക്കിയിട്ട് വേണം പോവാൻ. അമ്മ പറയും ഇതല്ല രാഹുകാലം അല്ല, നോക്കിയിട്ട് ഇറങ്ങും, പോകുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ അതുകൊണ്ട് നോക്കിയിട്ട് ഇറങ്ങും. ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് എനിക്ക് ആ വണ്ടി കിട്ടി. അല്ലെങ്കിൽ പോയി മിസ് ചെയ്തേനെ. റെയിൽവേ സ്റ്റേഷനിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വന്നേനെ. അപ്പം രാഹുകാലത്തില് ഭയങ്കര വിശ്വാസമാണ്. പിന്നെ പുറയുന്ന വിളിക്കുന്നതിൽ അയ്യോ എന്റെ പൊന്നു സാറേ, അതേ ഉള്ളൂ. പിന്നെ ഈ ശകുനം വരുന്നതില് ചൂലുകൊണ്ട് നിക്കാൻ പാടില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. ഈ ശകുനം വരുന്ന ഏത് വരുന്നതാണ് നല്ലത്? ഈ ശകുനം വരുന്നത് ഏത് വരുന്ന എനിക്ക് അത്ര അറിഞ്ഞൂടെ. ഈ തീ സിഗരറ്റ് വലിച്ചോണ്ട് വരുന്നത് നല്ല മനുഷ്യരെ കാണണമെന്നുള്ള നമുക്ക് മനസ്സിന് അല്ല. ഈ ശകുനം വരുന്നതിനകത്ത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇതിനകത്തൊക്കെ ഒരുപാട് എന്നെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചേട്ടനും ബാക്കി എല്ലാവരും. കാരണം ഞങ്ങൾ സംഗീതപരമായിട്ട് കച്ചേരിക്ക് പോകുന്നവരാണ്. അതിൽ കാറിൽ കയറി കഴിഞ്ഞാൽ ചില വ്യക്തികൾ വരുന്നത് വണ്ടി എടുക്കണ്ടെന്ന് പറയും. ശരിയാണ്. അപ്പം നമ്മൾ ഒരു സൈക്കിൾ വരാൻ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഒരു കാർ. അന്ന് വളരെ കാലം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാർ വരുമ്പോൾ എടുത്തോളാന്ന് പറയും. ഇവ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഈ കാർ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചേട്ടന് ആ സ്ഥലത്ത് എത്തുന്നവരെ പറയും, എന്തെങ്കിലും ഒരെണ്ണം വന്ന് ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കണം, സിങ്കായിട്ട് എടുക്കണം എന്ന് പറഞ്ഞല്ലേ എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. ഞാനും അമ്പിളിയുടെ കൂടെ ചേരുന്നു. കാരണം ചിലർ പുറയുന്ന വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ കുപ്പി പൊട്ടുന്നത് അല്ലേ? കുപ്പി പൊട്ടുന്നത് ഇഷ്ടമല്ല. പിന്നെന്താണ്? പിന്നെ പറയൂ, എന്തൊക്കെയാണ് കുപ്പി പൊട്ടുന്നത്? അതേപോലെ തന്നെ കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് എവിടെയെങ്കിലും പൊട്ടി അത് വെക്കത്തില്ല, അടുത്ത അപ്പളേ കളയും. പിന്നെ പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിഗ്രഹത്തിന്റെ കയ്യോ കാലോ അതൊക്കെ സത്യമാണ്. പിന്നെ പൂച്ച കുറുകെ ചാടിയല്ലോ, അതാ എന്നും ഉള്ളത്. പട്ടി കുറുകെ ചാടിയല്ലോ. പട്ടിക്ക് കുഴപ്പമില്ല, പൂച്ച ചാടി ഒരു 5 നിമിഷം അവിടെ നിൽക്കും. എന്നിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പേ ആരെങ്കിലും വരുമോ നോക്കും. അവര് പോയി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കത്തുള്ളൂ. അപ്പൊ ഇത്ര അന്ധവിശ്വാസമാണ്. പിന്നെ അവൾ എവിടെയും പോകുമ്പോ ഞാൻ രാഹുകാലം നോക്കിയിട്ട് പറഞ്ഞു വിടാം. ശരി, രാഹുകാലം നോക്കുന്നു. തിങ്കളാഴ്ച എത്ര മണി തൊട്ട് എത്ര മണി വരെ? അത് ടൈം എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റും. നോക്കാതെ പറയാനൊരു പരിപാടിയുണ്ട്, ഞാൻ പഠിപ്പിച്ചുതരാം. എഡ്വേർഡ് ബോട്ട് ഹോം എ ഗുഡ് ഫോർഡ് കാർ. എന്താണ്? എഡ്വേർഡ് ബോട്ട് ഹോം എ ഗുഡ് ഫോർഡ് കാർ. കിട്ടിയോ? ഇല്ല. എഡ്വേർഡ്, അതിന്റെ ആദ്യത്തെ അക്ഷരം ഇ അല്ലേ? അപ്പം എത്ര നമ്പറായിട്ട് വരും? ഇ. എ ബി സി ഡി ഇ 5. അതിന്റെ പകുതി 2.5. 5 2.5 7. 7.5. 7 മുതൽ 9, 1.5 മണിക്കൂറാണല്ലോ കാലം. തിങ്കളാഴ്ച 7 മുതൽ 9 മണി വരെ. ചൊവ്വാഴ്ച 3 മണി. എഡ്വേർഡ് ബോട്ട് എ ബി 2, അതിന്റെ പകുതി 1. 3 തൊട്ട് 4 വരെയാണ് ചൊവ്വാഴ്ച. ഹോം എ ബി സി ഡി ഇ എഫ് ജി എച്ച് 8. 8 4 അതിന്റെ പകുതി 12 മുതൽ 1.5 വരെയാണ് ബുധനാഴ്ച. അങ്ങനെ പോവും കാര്യങ്ങൾ.
ഇത്രയൊക്കെ അറിയാവുന്നവർക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നില്ലേ ശരിയാവില്ല. അയ്യോ അടിപൊളി. അപ്പൊ എഴുതി വെച്ചേക്കൂ. ഓക്കെ. എഡ്വേർഡ് ബോട്ട് ഹോം എ ഗുഡ് ഫോർഡ് കാർ. ഓക്കെ. പ്രേതത്തിൽ പേടിയുണ്ടോ? ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അല്ലെ, സാധാരണ ഈ പ്രേതങ്ങൾക്ക് പ്രേതത്തിന് പേടി വരില്ലല്ലോ. ഒറ്റയ്ക്കല്ല, പിന്നെ ആരുടെ കൂടെ കിടക്കും? അമ്മയുടെയും അമ്മൂമ്മയുടെയും കൂടെ. ഓ അത് ശരി, നടുക്കാണ് കിടക്കുന്നത്? ചില സമയത്ത്, അല്ലെങ്കിൽ ആരുടെയും ഒരാളുടെ കൂടെ. അത് ശരി. ഇനിയിപ്പോ ഈ ടൊവിനെ പോലെ ഒരാളൊക്കെ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും? പുള്ളിക്കാരി എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, അമ്മ വരുമ്പോ പറയണം, കാരണം എന്റെ കല്യാണക്കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരിക്കലും ഭാരതത്തിൽ അമ്മയ്ക്ക് അറിയാം. ഇപ്പഴേ വേണ്ട. വേണ്ട, പ്രായമായില്ല. അപ്പൊ ഇപ്പൊ പ്രായം ആകാതിരിക്കാൻ വഴിയില്ല. ഇപ്പൊ 10-25 വയസ്സായില്ലേ? ഇതൊക്കെ ആര് പറഞ്ഞതായിരുന്നു? എനിക്ക് അറിഞ്ഞൂടെ എന്റെ ദൈവമേ. കൃഷ്ണൻ ഇതാരും ഇതൊക്കെ സത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈശ്വരനാണ് പറഞ്ഞിരുന്നില്ലേ, കൃഷ്ണനാണ് പറഞ്ഞിരുന്നത്. എന്തായാലും 5 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ഒരു വീഡിയോ ദൃശ്യമാണ്. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചൊറിയാൻ പറയുന്നടാ. ഒരു ബ്രഷ് കിട്ടുമോ? ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് മതിയോ? അവക്ക് തിരിച്ചറിവിട്ടതിന് മുമ്പ് എന്നെ പെട്ടിയിൽ അടയ്ക്കാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിനാ അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ, പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു. ദൃശ്യത്തിൽ കലാഭവൻ മണി കുടിച്ച പാലിൽ കലക്കി കൊടുത്തിരിക്കുന്നത് എന്താണ്? എ ഉറക്ക ഗുളിക, ബി സോപ്പ് പൊടി, സി ബിം. വിംപൊടി എന്നല്ലേ പറഞ്ഞ? അല്ലേ, വിംപൊടി. ബിമ്മ് പൊടിയാ? ബിമ്മ് പൊടി. ഓക്കെ, സി വിം പൊടി. ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അമ്പിളി, എന്തോ? അമ്പിളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഇനി എന്താണ്? ഇവള് വലിയൊരു നടിയാവണമെന്നുള്ള അഭിലാഷമുണ്ട്. 1. പിന്നെ അമ്മയ്ക്ക് ഒരാളെ കാണണമെന്നുണ്ട്. ആരെയാണ്? ലാലേട്ടനെ. അപ്പൊ മോഹൻലാലിനെ കാണണം. അതാണ്. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാലോ? അപ്പൊ പോവും. അപ്പൊ പോവും. എന്തോ പോകുന്നു? ഞാൻ അഭിനയിക്കാൻ പോവും. ഞാൻ വിചാരിച്ച തലയിറങ്ങി താഴെ പോകും. സോ വിം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്.